ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് നമ്മുടെ ട്രിവാൻഡ്രം ലുലു മോൾ വരെ ഒന്ന് പോകാമെന്ന് വെച്ചു. ഞങ്ങളിന്ന് എല്ലാവരും കണ്ടിട്ട് കുറേ നാളായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നമ്മുടെ ട്രിവാൻഡ്രത്തെ ലുലു മോളിലേക്ക് വന്നു. ഞാനാണെങ്കിൽ ഫസ്റ്റ് ടൈം ആയിരുന്നു ലുലു മോളിൽ വരുന്നത്. പക്ഷേ അടിപൊളിയായിരുന്നു. ഞാൻ എൻ്റെ കണ്ണ് തെളിപ്പോൾ എല്ലാം കണ്ടിട്ട്. കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ പറയുന്നത്, കാരണം ഒരുപാട് ഷോപ്സും ഒരുപാട് അടിപൊളിയായിരുന്നു. പക്ഷേ പിന്നെ അറിയാലോ, നമ്മൾ വന്നു കഴിഞ്ഞാൽ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിരിക്കും. ഞാനാണെങ്കിൽ അവിടെ നടന്ന് കുറേ വീഡിയോസ് ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. എവിടെ പോകണമെന്നറിയാമേ, കാരണം ഒരുപാടുണ്ട്. കാരണം ഇത് കാണാൻ തന്നെ തോന്നി, എനിക്ക് തോന്നുന്നു ഒരു ദിവസം വേണമെന്ന് തോന്നുന്നു. കാരണം ഒരുപാടുണ്ടായിരുന്നു. ഇവരായിരുന്നെങ്കിൽ ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഫോട്ടോ പോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് വാങ്ങിക്കാനായിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. ഫുഡ് കോർട്ടിലൊക്കെ ആണെങ്കിൽ ഭയങ്കര റേറ്റ് ആയിരുന്നു ഫുഡിന്. നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള റേറ്റ് ആയിരുന്നു. അത് കത്തി വിലയായിരുന്നു. അതായത് എനിക്കൊക്കെ നല്ല നല്ല റേറ്റ് തോന്നിയിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന റേറ്റ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ വന്നിട്ട് എന്തോ ഒരു ജാം റോള് അങ്ങനെ എന്തോ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ജാം റോളും പിന്നെ ഒരു ചിക്കൻ ടിക്ക ബണ്ണും പിന്നെ എന്തായിരുന്നു, പിന്നെ ഒരു ചിക്കൻ ഡാനിഷ് പേസ്ട്രി. അത് തന്നെ. പക്ഷേ ആ ഒരു സംഭവം നല്ല ടേസ്റ്റി ആയിരുന്നു, ചിക്കൻ ഡാനിഷ് പേസ്ട്രി. പിന്നെ ഞങ്ങൾ ഈ ഒരു മന്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. ഫുഡ് കോർട്ടിലേക്ക് പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഞാൻ ഈ ഒരു ചിക്കൻ ടിക്ക ബണ്ണ് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. കാരണം എനിക്കത് വലുതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. പിന്നെ വിശപ്പ് കാരണം നമ്മൾ കഴിക്കും എന്തായാലും. പിന്നെ ഞാനത് കഴിച്ചു. പക്ഷേ എനിക്ക് ആ ഒരു മറ്റൊരു സാധനം ഉണ്ടായിരുന്നു, ഒരു ചിക്കൻ ഡാനിഷ് പേസ്ട്രി. അത് അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു മന്തിയും അടിപൊളിയായിരുന്നു. പിന്നെ നമ്മുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു. എനിക്കത് രണ്ടും ഇഷ്ടപ്പെട്ടു. ഈ ബിരിയാണി നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു. നല്ലതായിരുന്നു അത്. പിന്നെ അതിന് ശേഷം ഈ ഒരു പെപ്സി കുടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ പെപ്സി ആണെങ്കിൽ ഭയങ്കര ഗ്യാസായിരുന്നു ഇങ്ങനെ. പിന്നെ ഞങ്ങളറിയാലോ, പിന്നെ ചുമ്മാ അവിടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ അടിപൊളിയായിരുന്നു. ഞങ്ങൾക്കാണെങ്കിൽ ഒരുപാട് ഷോപ്പിലൊക്കെ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഇല്ലാത്തതുകൊണ്ട് കയറില്ല. പിന്നെ ഈ ഒരു ലെഹങ്കയുടെ ഈ ഒരു ബെഡ് സ്റ്റോറാന്ന് തോന്നുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. എൻ്റെ അമ്മേ, നല്ല രസമായിരുന്നു അതൊക്കെ കാണാൻ, ആ ഒരു ലെഹങ്കയൊക്കെ. പിന്നെ ഇവരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ഹാൻഡ് വർക്ക്. ഇതും അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. ഈ ലെഹങ്കയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ലുലുവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ഈ ഒരു ഫണ്ടൂര എന്നും പറഞ്ഞ് ഗെയിംസിൻ്റെ സെക്ഷൻ. എൻ്റെ പൊന്നോ, അടിപൊളിയാണ്. കാരണം എനിക്ക് നോർമലി റൈഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ ഇതിൻ്റെ അകത്ത് കയറുന്നുണ്ടെന്ന് ഓരോന്നിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. ഈ ഒരു സംഭവമൊക്കെ അടിപൊളിയായിരുന്നു. ഇതൊക്കെ നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ ഞാൻ കയറിയിട്ടില്ല ഇതിലൊന്നും. പക്ഷേ ഇത് അടിപൊളി. ഇപ്പം ഇതിനകത്ത് കയറാൻ പറ്റില്ലെന്ന് തോന്നുന്നു. ഇതെനിക്കൊന്ന് കുഞ്ഞു പിള്ളേർക്ക് മാത്രമുള്ളതെന്ന് തോന്നുന്നു. പിന്നെ ഒരുപാട് ഈ കൊച്ചു പിള്ളേർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് ഗെയിംസും ഒരുപാട് ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടെ ഓരോ റൈഡിനും സെപ്പറേറ്റ് ടിക്കറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നല്ല നല്ല ടിക്കറ്റ്സ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ അടുത്തോട്ടൊന്നും പോയില്ല. പക്ഷേ എല്ലാത്തിലും കയറണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒന്നിലും കയറാൻ നിന്നില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ നല്ല ബഡ്ജറ്റ് ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഒന്നിലും കയറാൻ നിന്നില്ല. ഞങ്ങൾ നേരെ എല്ലാം കണ്ട്. എനിക്കാണെങ്കിൽ ഈ ഒരു സംഭവത്തിൽ കയറാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ അറിയാമോ, ഞങ്ങളുടെ കയ്യിൽ നല്ല രീതിക്ക് ബഡ്ജറ്റുള്ളതുകൊണ്ട് ഞങ്ങളൊന്നിലും കയറാൻ നിന്നില്ല. അങ്ങനെ പിന്നെ ഈ ഒരു സംഭവം എനിക്ക് അടിപൊളിയായിരുന്നു. പക്ഷെ ഇതിൽ ഒരു കൊച്ചു മാത്രമേ ഉള്ളായിരുന്നു ഈ റൈഡിൽ. പക്ഷെ നല്ലതായിരുന്നു. ഒരുപാടുണ്ട്. അതായത് ഈ ഒരു ഭാഗമൊക്കെയാണെങ്കിൽ കൊച്ചു പിള്ളേർ ഒരുപാട് അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഒരുപാട് റൈഡ്സും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കിനി ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെയാണെങ്കിൽ ഈ ഒരുപാടല്ല, കപ്പിൾസിനൊക്കെ ഇരിക്കാൻ പറ്റിയൊരു പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിരുന്നു അത്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നിങ്ങനെ ഓരോന്നിങ്ങനെ വീഡിയോ എടുക്കുമായിരുന്നു. നല്ല രസമായിരുന്നു. പക്ഷേ ഇതിൽ ജമ്പിങ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു. അത് തന്നെ, ജമ്പ് ചെയ്തിങ്ങനെ ആ ഒരു സംഭവമായിരുന്നു അത്. പിന്നെ ഞങ്ങളിങ്ങനെ ഇതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് തോന്നുന്നു കോയിൻസോ അങ്ങനെ എന്തെങ്കിലും ഇടുമ്പം അത് ഇതന്നെ ആയിരിക്കും.
പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് തോന്നുന്നു 199 2 ഐസ്ക്രീം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സ്ട്രോബെറി ഫ്ലേവറും പിന്നെ ആ ഒരു വാനില. ഞാനാണെങ്കിൽ സ്ട്രോബെറി ഫ്ലേവർ വീട്ടിൽ കൊണ്ടുവന്നു അവിടെ വെച്ച് അത്രയൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ സ്റ്റുഡിയോയിൽ ഇങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ചെപ്പൽ നോക്കണമായിരുന്നു. അങ്ങനെ ചെപ്പലൊക്കെ നോക്കി, പക്ഷെ വാങ്ങിയില്ലായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നു, പക്ഷേ ഇപ്പോൾ സ്റ്റുഡിയോയിൽ കയറിയപ്പം വലിയ കളക്ഷൻ ഇല്ലായിരുന്നു. വലിയതായിട്ട് എനിക്ക് തോന്നിയില്ല, വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് സ്പ്രേ ഒക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി ചുമ്മാ. അതിന് ശേഷം പിന്നെ ഞങ്ങളറിയാമല്ലോ, പിന്നെ നമ്മൾ ചുമ്മാ സ്റ്റുഡിയോയിലൂടെയൊക്കെ ഒന്ന് നമ്മൾ ചുമ്മാ ഡ്രസ്സൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കും, അങ്ങനെയൊക്കെ. പക്ഷെ ഞങ്ങൾ ട്രയൽ ചെയ്തില്ലായിരുന്നു, ഡ്രസ്സ് അങ്ങനെ നോക്കിയില്ല, ചെപ്പലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വന്നു, ബായൊക്കെ പറഞ്ഞ് എല്ലാവരും ബായ് ഗൈസ് എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ലുലുവിൽ ഇറങ്ങി. പക്ഷെ നല്ല രസമായിരുന്നു, പെട്ടെന്നങ്ങ് പോയി. അതായത് ഞങ്ങൾ രാവിലെ വന്നു, പെട്ടെന്നങ്ങ് സമയം പോയ പോലെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നോർമലി കോളേജിലൊക്കെ പഠിക്കുമ്പോൾ മിക്കപ്പോഴും ഞങ്ങൾ എവിടെയെങ്കിലും കറങ്ങാനൊക്കെ പോകുമായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ എല്ലാവരും പല വഴിക്ക്. അങ്ങനെ ഞങ്ങൾ ഇതേ കണക്ക് എപ്പോഴെങ്കിലും ഒരു